നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. മുഖവരി ഒന്നും പറഞ്ഞ് ഞാൻ സമയമെടുക്കുന്നില്ല. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. മൈക്ക് അവിടെ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ ലൈവ് ഉള്ളത് കൊണ്ട് അവർക്കത് കേൾക്കുന്നതിന് സൗകര്യമാണ്. ഈ മൈക്ക് അങ്ങോട്ടങ്ങ് എടുത്താൽ മതി. മൈക്കിൻ്റെ ഓപ്പറേറ്റർ ഇവിടെ ഇരിക്കുന്നത്. അല്പം സൗണ്ട് തരാമെങ്കിൽ ഞാൻ ഒത്തിരി സൗണ്ട് എടുക്കാതെ രക്ഷപ്പെടാം. ഓക്കെ, നമുക്ക് ഇത്രയും പേരേ ഉള്ളല്ലോ. പ്രൈസലോ. എല്ലാവർക്കും എന്നെ കാണാമല്ലോ അല്ലേ? ഒരു തൂണിൻ്റെ മറവുള്ളത് കൊണ്ട് എനിക്കെല്ലാവരെയും കാണാവുന്നില്ലെങ്കിലും ഇത്രയും പെട്ടെന്ന് ക്രമീകരിച്ച മീറ്റിംഗ് ഇത്രയും പേര് വന്നല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ചെറിയനാട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ഇന്ന് പകൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട മാസയോഗം നടന്നു. അത് ജനത്തിന് വലിയ അനുഗ്രഹമായിരുന്നു. ഈ വൈകിട്ട് ഒരു ഏകദിന കൺവെൻഷനായി ക്രമീകരിച്ച യോഗത്തിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുന്നു. വചനവാതിൽ ഞങ്ങൾക്കായി തുറക്കണം. ഈ ശബ്ദപരിധി മുഴുവൻ കർത്താവിന് വിശുദ്ധമാകണം. എതിരായി നിൽക്കുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളെ അടയ്ക്കണം. ദൈവാത്മ മണ്ഡലങ്ങൾ ഞങ്ങൾക്കായിട്ട് ഇതിനകത്ത് തുറന്നു തരണം. ദൈവവചന വാതിൽ ഞങ്ങൾക്കായി തുറക്കണം. വചന ശുശ്രൂഷ മധ്യേ കർത്താവ് എന്തെല്ലാം ജനത്തിന് നടുവിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം കർത്താവ് ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേട്ടതുപോലെ നിൻ്റെ മകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന ഒറ്റ വാക്കിൽ ആ മകൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച പിതാവ് സമാധാനത്തോടെ മകനുമായി മടങ്ങിയതുപോലെ ഇന്ന് രാത്രി വന്നവർ ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിച്ച് മടങ്ങുവാൻ സഹായിക്കണം. എതിരുകളെ ശാസിക്കുന്നു. ലൈറ്റ്, മൈക്ക്, ശബ്ദമെല്ലാം ഞങ്ങൾക്ക് ഇന്ന് രാത്രി അനുകൂലമാക്കി തരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ് ചിന്തയ്ക്ക് ആധാരമായി വായിച്ച. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ ദാസൻ അത് വായിച്ച് കേൾപ്പിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ കാന്തയാകുന്ന മണവാട്ടി സഭയെ ചേർക്കാൻ വരാൻ പോകുന്നതിൻ്റെ ഏറ്റവും സമീപ മണിക്കൂറുകളിൽ ജീവിക്കുന്ന ഭാഗ്യമുള്ളവരാണ് നമ്മൾ. എത്ര പേര് വിശ്വസിക്കുന്നു? അധിക നാൾ നമ്മൾ നിന്നയൊന്നും സഹിച്ച് അപമാനിതരായി കഴിയേണ്ടി വരത്തില്ല. നമ്മുടെ കർത്താവ് വരും. തൻ്റെ സഭ ഇവിടുന്ന് പോകും. അതിന് തൊട്ട് മുമ്പുള്ള ഈറ്റുനോവിൻ്റെ ആരംഭങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആമോസിൻ്റെ ചോദ്യം നമുക്കേറെ പരിചയമുള്ള വാക്യമാണ്. 4-ാം അധ്യായം 12-ാമത്തെ വാക്യം, നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ യോഗങ്ങളുടെയൊക്കെ ലക്ഷ്യം ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങുക എന്നുള്ളതാണ്. ഒരുക്കമുള്ള ഒരു ജനത്തെ ചേർക്കുവാൻ യേശു വരാൻ പോകുക. നമ്മുടെ വേർപെട്ട ദൈവമക്കളുടെ പ്രത്യേകതകൾ, അവർ മാനസാന്തരപ്പെട്ടവരായിരുന്നു. മാനസാന്തരപ്പെട്ട ദൈവമക്കൾ രക്ഷയുടെ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കുന്നവരാണ്. ആ രക്ഷിക്കപ്പെട്ട എല്ലാവരും നല്ല സുബോധത്തിൽ ദൈവവചനം ഏറ്റെടുത്ത് പിതാവിൻ്റെ, പുത്രൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ കൈക്കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരാണ്. ആ സ്നാനപ്പെട്ടവർ
പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ലജ്ജ കൂടാതെ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവരെ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നവരാണ്. അവരപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്നവരാണ്. അവരുടെ ഇടയ്ക്ക് ഒരാളെ മുടക്കേണ്ട കാര്യമോ കർത്തൃമേശ എടുക്കലെന്ന് പറയേണ്ട കാര്യമോ സാക്ഷി പറയേണ്ടെന്ന് പറയേണ്ട കാര്യമോ ഇല്ലാത്ത ഒരു കാലമായിരുന്നു പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. അവിടെ കൈ അടിച്ചാട്ടെ, പാട്ട് പാടിക്കാട്ടെ, കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെന്നൊന്നും പറയണ്ടായിരുന്നു. വരുന്നവർ ഹല്ലേലൂയ പറയാം. അതിനായിരുന്നു അവർ വരുന്നത്. അന്ന് നമ്മുടെ ദൈവമക്കൾ വരുന്നത് ഹല്ലേലൂയ പറയാനായിരുന്നു. അവരെ ആരും ആരാധിപ്പിക്കണ്ടായിരുന്നു. അവർ വരുന്നത് ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരുടെ എല്ലാം മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് അന്ന് ഗ്യാസൊന്നുമില്ല, നമുക്കിപ്പോൾ ഇല്ലാതാകാൻ പോകുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവർക്കന്ന് അടുപ്പിൽ ഊതി വെക്കുന്ന കഞ്ഞിയൊക്കെയാന്ന് പറഞ്ഞാലും ഭയങ്കര സന്തോഷമാണ്. ആരാധനയ്ക്കിരിക്കുന്നതിന് മുഖത്ത് നോക്കിയാൽ നമുക്ക് പ്രസംഗിക്കാനായിട്ട് തോന്നുമായിരുന്നു. ഇപ്പം നമുക്കേതോ ഭയങ്കര നഷ്ടക്കച്ചവടം വന്ന പോലെ ഉള്ള അവസ്ഥയിലാണ് നമ്മൾ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് തന്നെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇത് ഇപ്പോഴുള്ള പെന്തക്കോസ് എന്ന് പേര് പറയുന്നവരുടെ ഇടയിൽ നിന്ന് പണ്ടുണ്ടായിരുന്ന പെന്തക്കോസിലേക്കുള്ള ഒറിജിനൽ ആളുകളെ ദൈവം വേർതിരിക്കുന്ന ദിവസങ്ങളാണ്. സന്തോഷം ഉണ്ടെങ്കിലേ ഹല്ലേലൂയ പറയാവുള്ളൂ. ഞാൻ ആ പദം ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. ഇപ്പോഴുള്ള പെന്തക്കോസ് എന്ന് പേര് പറയുന്നവരുടെ ഇടയിൽ നിന്ന് പണ്ട് ദൈവത്തെ ആരംഭത്തിൽ ആരാധിക്കാൻ ഇറങ്ങിയ പെന്തക്കോസുകാരുടെ അനുഭവത്തിലേക്ക് ഒരു കൂട്ടം ജനത്തെ, ഒരു ശേഷിപ്പിനെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോവുകയാണ്. ആ മടങ്ങി വരുന്നവരുടെ ഗണത്തിൽ ഞാനും ഉണ്ടാകണം എന്ന് കൊതിക്കുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. അവർ തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരുന്നത് ഏതെങ്കിലും ഒരു കാരെ ചേർക്കാനല്ല. കർത്താവ് വരുന്നത് നിർമ്മലയായ നിഷ്കളങ്കയായ കറയും ചുളുക്കവും വാട്ടവും മാലിന്യമൊന്നുമില്ലാത്ത ഒരു മണവാട്ടിയെ ചേർക്കുവാൻ യേശു മധ്യാകാശത്ത് വരാൻ പോകുകയാണ്. ഈ രാത്രി ഒരുപക്ഷെ പ്രസംഗം തീരും മുമ്പേ അത് സംഭവിക്കാം. നാളത്തെ വിശുദ്ധ ആരാധനയ്ക്ക് മുമ്പേ അത് സംഭവിക്കാം. അടുത്ത ഏത് നിമിഷവും സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം സഭയുടെ നാഥനായ കാന്തനായ മണവാളനായ കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. അത് കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം ബോംബ് വീഴാൻ പോകുന്നവരുടെ മുഖം പോലെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കർത്താവ് വരുന്നതിനെ കുറിച്ച് പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. നമ്മൾ വായിച്ച ആ വാക്യം അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. ആ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ തന്നെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യം കൂടെ വായിക്കാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം കൂടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 9-10. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നു അവന്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു. അവരടുത്തു ചെന്നു അവന്റെ കാൽ പിടിച്ചു അവനെ നമസ്കരിച്ചു. യേശു അവരോട് ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എന്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറയുവിൻ. അവിടെ അവർ എന്നെ കാണും എന്ന് പറ. യേശു ഒടുവിലായി ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച സഹോദരിമാരോട്
യേശുവാന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവർ അവൻ്റെ ആണിപ്പാടുള്ള കാൽക്കലോട്ട് വീണ് അവനെ ആരാധിച്ചു. ആരാധിക്കുമ്പോൾ യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ എഴുന്നേൽക്ക്, നിങ്ങൾ എൻ്റെ സഹോദരന്മാരോട് എന്ന് പറയണം, ഇപ്പം ഇരിക്കുന്ന ഇടത്ത് നിന്ന് ഗലീലയ്ക്ക് പോകാൻ പറയണം, അവിടെ അവരെന്നെ കാണുമെന്ന് പറഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം പറഞ്ഞ ഒരു വാക്ക്, ഗലീലയ്ക്ക് പോകാൻ പറയണം, അവിടെ അവരെന്നെ കാണും. സ്വർഗത്തിൽ നിന്ന് 2 ദൂതന്മാർ വെള്ളവസ്ത്രം ധരിച്ചിറങ്ങി വന്നിട്ട് ഗലീല പുരുഷന്മാരെ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഗലീല, യഹൂദന്റെ ദേശം 3 പ്രവിശ്യകളായി തിരിച്ചിരിക്കുകയാണ്. അങ്ങ് തെക്കേ അറ്റം യഹൂദിയ, നടുക്ക് ശമരിയ, ഇനി വടക്കേ അറ്റം ഗലീല. ഗലീലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹെർമോന്യ മലയിൽ നിന്ന്, ഹെർമോന്യ പർവ്വതത്തിൽ നിന്ന് പല ചാലുകളായി ഒഴുകി വരുന്ന നീരൊഴുക്കുകൾ താഴേക്ക് വരുമ്പോൾ ഒരു നല്ല നദിയായി മാറുകയാണ്. ആ നദിയുടെ പേര് യോർദാൻ നദി എന്ന്. ആ യോർദാൻ നദി ഒഴുകി ഈ യഹൂദിയ ശമരിയൊക്കെ നല്ല ഫലഭൂയിഷ്ടമാക്കി വരുന്ന വഴിയിൽ ഗലീലായി വരുമ്പോൾ ഒരു തടാകമായി മാറുകയാണ്. ഏതാണ്ട് 13.5 മൈൽ നീളവും 3.5 മൈൽ ചുറ്റളവും ഒരു 150 അടി താഴ്ചയുമുള്ള പൂർണ്ണമായ ശുദ്ധജലത്തിൻ്റെ ഒരു തടാകം. കടലല്ലെങ്കിലും ഇവരിതിനെ പല പേരിൽ കടലെന്നാണ് വിളിക്കുന്നത്. അതിലൊരു പേരാണ് ഗലീല കടൽ, മറ്റൊരു പേരാണ് തിബരിയാസ് കടൽ. ആ നാട് ഭരിച്ച തിബരിയാസ് കൈസർ എന്ന് പറയുന്ന രാജാവിൻ്റെ പേരൂടെ ചേർത്ത് ഗലീല നാട് വാണ ആ മനുഷ്യൻ്റെ ഓർമ്മയ്ക്കായി ഗലീല കടലിന് തിബരിയാസ് കടൽ എന്നൊരു പേരുണ്ട്. പിന്നെ ഇവരുടെ എല്ലാം ആരാധ്യ പുരുഷനായിരുന്ന ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുണ്ടായിരുന്ന ദാവീദിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹം കയ്യിൽ വെച്ച് വായിച്ചുകൊണ്ടിരുന്ന കിന്നരത്തിൻ്റെ ഓർമ്മയ്ക്ക് ഈ തടാകത്തിന് കിന്നാരോത്ത് തടാകമെന്നും ഒരു പേരുണ്ട്. പ്രൈസ് ലോർഡ്. മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ബെത്സയിദ കടൽ എന്നതിനെ വിളിക്കാറുണ്ട്. മറ്റൊരു പേരിൽ ഗെന്നസരേത്ത് തടാകമെന്ന്. അങ്ങനെ 4-5 പേരുകൾ അറിയപ്പെടുന്ന ഈ തടാകം, കടൽ, ഇതിന് ചുറ്റുമുള്ളതായ 20 പട്ടണങ്ങളുണ്ട്. 20 പട്ടണങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങൾ കബർന്നഹോം, കോരശീൻ, മഗധ, കാനാവ്, തിബരിയാസ്, നസറേത്ത്, നയീൻ, ബെത്സയിദ, ഗദര എന്ന 9 പട്ടണങ്ങളും ദെക്കപ്പോലി ദേശം എന്നറിയപ്പെടുന്ന 10 പട്ടണങ്ങൾ ചേർന്ന ഒരു പട്ടണവും ഒരുമിച്ച് 20 പട്ടണങ്ങളാണ് ഈ ദേശത്ത് ഉണ്ടായിരുന്നത്. ഇതൊക്കെ നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ പുറകിലത്തെ ഒരു പേജിലുണ്ട്. 2-3 പേജ് കൂടെ കൂടിക്കൊടുന്നതിന് ചുമ്മാ പടം വരച്ചിട്ടതല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരല്ലിയെ പറഞ്ഞത്. നമ്മൾ ആ പടമൊന്നും അതിനകത്തൊക്കെ ഫോൺ നമ്പർ കുറിച്ച് വെക്കുന്ന പേജാണ്. സ്തോത്രം. അപ്പോൾ അബ്രഹാം പോയ സ്ഥലം, യേശു സഞ്ചരിച്ച കാലത്തെ സ്ഥലം, പൗലോസ് സഞ്ചരിച്ച കാലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കുന്നത് നമുക്ക് ഒന്ന് പഠിച്ചിരിക്കാം, ഭൂമിശാസ്ത്രപരമായിട്ട് നല്ല. ഇപ്പോൾ പറഞ്ഞിടത്തോളം കാര്യം മനസ്സിലായല്ലോ, ഒരല്ലിയെ പറഞ്ഞാൽ. കർത്താവിൻ്റെ ജന്മം കൊടുത്ത മാതാവായ മറിയ ഈ ഗലീലയിലെ നസ്രേത്തിൽ പാർക്കുന്ന യോസഫുമായിട്ടാണ് വിവാഹ നിശ്ചയം കഴിഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. പ്രസവകാലം അടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നിയമം കൊണ്ടുവന്നു. ഇവരെല്ലാവരും യഹൂദാ ദേശത്ത് ചെന്ന് അവരവരുടെ ദേശത്ത് ചെന്ന്, നമ്മളിപ്പോൾ എന്തോ SITയോ പേര് ചേർക്കുന്നത്, വോട്ടേഴ്സ് ലിസ്റ്റിൽ, അതേപോലെ എല്ലാവരും പേര് ചേർക്കണമെന്നൊരു നിയമം വന്നപ്പോൾ ഈ ഗർഭിണിയായ മറിയയെയും കൂട്ടി നസറേത്തിൽ നിന്ന് ബേതലഹേമിലേക്ക് ചെന്നു. അങ്ങനെ ചെല്ലാനൊരു കാരണമുണ്ട്. യഹൂദിയ ദേശത്തിലെ ബേതലഹേമേ
നീ യഹൂദ സഹസ്രങ്ങളിൽ വെച്ച് ഒട്ടും ചെറുതല്ല. നിന്റെ ജനമായ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന വചനം നിവർത്തിയാകാൻ നസ്രയത്തിൽ ഉദരത്തിൽ ഉരുവായവൻ ബെത്ലഹേമിൽ ചെന്നപ്പോൾ അമ്മയ്ക്ക് പ്രസവവേദന ഉണ്ടായി. അവിടെ ഏതോ വഴിയോരത്ത് പ്രസവിച്ചു. കിടത്താൻ ഒരു സ്ഥലം കിട്ടാഞ്ഞതുകൊണ്ട് ആരുടെയോ പുൽത്തൊഴുത്തിൽ കിടത്തി. പ്രസവിച്ചത് പുൽത്തൊഴുത്തിലല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞത്. ഞാനത് എടുത്തു പറഞ്ഞത് അടുത്ത വർഷം പുൽക്കൂടുണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തല്ല ജനിച്ചെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മേടിക്കുന്ന ചൈനയുടെ പുൽക്കൂടിനകത്ത് 3 വിദ്വാൻമാർ പുൽക്കൂട്ടി നിൽക്കുന്നു. പിന്നെ ജോസഫും മറിയം നിൽക്കുന്നു. കൊച്ചു പുൽക്കൂടിൽ കിടക്കുന്നു. ഇടയന്മാർ വന്ന് നോക്കി നിൽക്കുന്നു. 2 ആട് കിടക്കുന്നു. അങ്ങനൊന്നുമല്ല. പുൽത്തൊഴുത്തിൽ വന്ന് കണ്ടത് ആകെപ്പാടെ ഇടയന്മാരാണ്. വിദ്വാൻമാർ അന്ന് ഇത് അറിഞ്ഞെങ്കിലും യാത്ര ചെയ്ത് കിഴക്കൂന്ന് നക്ഷത്രം നോക്കി വന്ന് കൊട്ടാരത്തിലൊക്കെ കയറി വിവരമൊക്കെ അന്വേഷിച്ച് കൊച്ചി ഇരിക്കുന്നിടത്ത് വന്നപ്പോഴത്തേനും കൊച്ചിന് 2 വയസ്സായി. ഒരല്ലേ പറയണം. ഇന്നത്തെ കുട്ടി ഫ്ലൈറ്റ് ഒന്നുമല്ല, കഴുതക്കുട്ടിപ്പുറത്താണല്ലോ വരുന്നത്. അങ്ങനെ കഴുതപ്പുറത്ത് കയറി വന്ന വിദ്വാൻമാർ ഇഞ്ഞു വന്നപ്പോൾ 2 വയസ്സ്. അത് പാസ്റ്റർക്ക് എങ്ങനെ മനസ്സിലായെന്നാണ് നിങ്ങളുടെ നോട്ടം. വിദ്വാൻമാർ പറഞ്ഞ കാലക്കണക്കനുസരിച്ച് 2 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ കൊല്ലാൻ ആര് തീരുമാനിച്ചു? ഹേരോദാവ്. അങ്ങനെയാണെങ്കിൽ വിദ്വാൻമാർ ഇറങ്ങി തിരിച്ച കാലം അനുസരിച്ച് എത്ര വയസ്സായി? 2 വയസ്സ്. അതിനെ കൊച്ചു കിടക്കുവല്ലായിരുന്നു, കൊച്ചു ഇരിക്കുമായിരുന്നു. ജോസഫിനോടും മറിയോടും കൂടെ ഇരിക്കുന്ന യേശുവിനെ കണ്ടിട്ട് വീണവനെ നമസ്കരിച്ച് പൊന്നും ഒരു കുന്തിരിക്കും. അപ്പം നമ്മുടെ യേശു പ്രായമനുസരിച്ച് വളരുന്ന ആളായിരുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പൊ ഇന്നും അങ്ങ് ഉണ്ണീശുമായിട്ട് കിടക്കുകയല്ല. ആട്ടിടയന്മാർ വന്നപ്പോൾ കൊച്ചു കിടക്കുകയായിരുന്നു. പക്ഷെ വിദ്വാൻമാർ വന്നപ്പോൾ കൊച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് യേശു ഇരിക്കുന്ന ഭവനത്തിൽ വന്ന് അവരവനെ കണ്ട് പൊന്നും ഒരു കുന്തിരിക്കും. ഒരല്ലേലൂയ പറഞ്ഞേരെ. അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഒരല്ലേലൂയ പറയാം. യേശു ബേത്ലഹേമിൽ ജനിച്ചു എങ്കിലും കൊല്ലാൻ തീരുമാനിച്ചു എന്ന് സ്വർഗം അറിഞ്ഞു. ഇവിടെ പിശാച് ഏത് കെണി ഒരുക്കിയാലും ദൈവം അതറിയും. നീ അതറിയത്തില്ലായിരിക്കും, പക്ഷെ സ്വർഗം അറിയും. ഇന്ന് രാത്രി നിന്നെ തകർക്കാൻ അണിയറയിൽ ഗൂഢമായ തന്ത്രങ്ങൾ മെനഞ്ഞാലും നിന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എൻ്റെ യേശുവിന് അറിയാമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവരെ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. രാത്രിയിൽ സ്വപ്നത്തിൽ യോസഫിന് ദൈവം വെളിപ്പെട്ട് പറഞ്ഞു, യോസഫേ, ശിശുവിനെ കൊല്ലാൻ ഹേരോദാവ് പദ്ധതി ഇട്ടിരിക്കുന്നതുകൊണ്ട് നീ ഈ രാത്രി തന്നെ പൈതലുമായി മറിയയും കൂട്ടി മിസ്രൈമിലേക്ക് പോകണം. അങ്ങനെ യേശു ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം വിദേശ യാത്ര ചെയ്തിട്ടുള്ളൂ. ഹലോ, കർത്താവിനെ വിദേശയാത്ര ചെയ്തോ നിങ്ങൾ ചോദിച്ചാൽ 1 പ്രാവശ്യം ചെയ്തു. പക്ഷേ കർത്താവ് 2 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് മറിയയും ജോസഫും കൂടെ ഈ ദൂതൻ പറഞ്ഞനുസരിച്ച് മിസ്രൈമിലോട്ട് ഇറങ്ങിപ്പോയത് എന്നറിയാമോ? കൊല്ലാൻ തീരുമാനിച്ച ഹേരോദാവ് മരിച്ചെന്നറിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു, യോസഫേ തിരിച്ചു പൊക്കോ, പൈതലിനെ കൊല്ലാൻ തീരുമാനിച്ചവൻ ചത്തു. പൈതൽ ചത്തില്ല, കൊല്ലാൻ തീരുമാനിച്ചവൻ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മകനെ ഞാൻ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തി എന്ന ദൂത് നിവർത്തിക്കാൻ മിസ്രൈമിൽ യേശുവിനെ തിരിച്ചു വരുത്തി. വന്ന് പാർത്തത് ബെത്ലഹേമിലല്ല, നസറേത്തിലാണ്. ഗലീല എന്ന് പറയുന്ന ഈ പ്രവിശ്യക്കകത്തുള്ള നസറേത്തിൽ പാർത്തു. ഇതിനെന്നറിയാമോ? നസറായൻ എന്നറിയപ്പെടാൻ. ഒരല്ലേലൂയ പറഞ്ഞേ. വാസ്തവത്തിൽ അറിയപ്പെടേണ്ട ബേത്ലഹേമ്യൻ എന്ന് അറിയപ്പെടേണ്ടതെങ്കിലും അറിയപ്പെട്ടത് നസറായൻ എന്ന. നസറായനോട് അല്ലേലൂയ പറയണം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ. ഈ ഗലീല എന്ന് പറയുന്നത് യഹൂദന്മാർക്കൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത സ്ഥലമാണ്. കാരണം അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. വിദ്യാഭ്യാസം വളരെ കുറവാണ്. അവർക്ക് ആകെ അറിയാവുന്നൊരു ഭാഷ അരാമ്യ ഭാഷയാണ്. ഏതാണ്? അരാമ്യ ഭാഷ. പക്ഷേ യഹൂദന് അരാമ്യ ഭാഷ അറിയാം, ഹീബ്രു ഭാഷ അറിയാം, റോമൻ ലെറ്ററുകൾ അവർക്കറിയാം. കാരണം റോമൻ സാമ്രാജ്യമാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. പിന്നെ ഗ്രീക്ക് ഭാഷ അവർക്കറിയാം. അപ്പം 3-4 ഭാഷ അറിയാവുന്ന പണ്ഡിതന്മാർ, 2-3 യൂണിവേഴ്സിറ്റികൾ,
പിന്നെ വലിയ പരീക്ഷ പ്രമാണികൾ, പിന്നെ വലിയ ന്യായശാസ്ത്രിമാർ എന്ന് വേണ്ട മഹാപുരോഹിതന്മാരെല്ലാം പാർക്കുന്ന എവിടാ? യഹൂദയിലാണ്. ഗലീലയിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് നാട്ടുകാർ നീയും ഗലീലക്കാരനാണോ? പ്രൈസ് ദി ലോർഡ്. നീ കേട്ടിട്ടുണ്ടോ ഗലീലയിൽ നിന്ന് പ്രവാചകന്മാർ വല്ലതും എഴുന്നേറ്റിട്ടുണ്ടോ? നസറേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? ഇങ്ങനെയൊക്കെ നാട്ടുകാർ പഴഞ്ചൊല്ലി പറഞ്ഞൊരു സ്ഥലമാണ് ഗലീല. ഒരല്ലിയ പറയണം. ഈ ശലോമോൻ എന്ന രാജാവ് കൊട്ടാരവും അരമനയും ഒന്നിച്ചു പണിയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഈ രാജാവിന് ആവശ്യമായിരിക്കുന്നതായ സരളവൃക്ഷം, വളരെ മനോഹരമായ നിലയിൽ വിളയുന്ന ഈ ദേശത്ത് നിന്ന് ലഭിക്കേണ്ടതിന് സോർ രാജാവിനോട് ആവശ്യപ്പെട്ടു. സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. എവിടെയാണ് എഴുതിയേക്കുന്നേ? എല്ലാ കല്യാണത്തിനും വായിക്കുന്ന 45-ാം സങ്കീർത്തനം. നമ്മൾ അതിനെ അത് വായിക്കത്തുള്ളല്ലോ. അതിനകത്ത് എഴുതിയേക്കണം സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ. പൊന്നു സുലഭമായി വിളയുന്ന സ്ഥലം. മലയടത്തിയെടുത്താൽ, പാറയടത്തിയെടുത്താൽ പൊന്ന. ദേവദാരു ഇഷ്ടം പോലെ വളരുന്ന സ്ഥലം. സരളവൃക്ഷം ഇഷ്ടം പോലെ വളരുന്ന സ്ഥലം. അവിടുന്ന് ശലോമോൻ പറഞ്ഞു, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സരളവൃക്ഷവും ഒക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ഈ മഹാനായ സോർ രാജാവ്, ഹീരാം എന്ന് പറയുന്ന രാജാവ് ആവശ്യമായ തടി മുഴുവൻ കൊടുത്തു. അരമനയെല്ലാം പണിത് ഡെഡിക്കേഷൻ കഴിഞ്ഞു. ആലയം പണിത് ഡെഡിക്കേഷൻ കഴിഞ്ഞു. ദൈവസാന്നിധ്യം ഇറങ്ങി വസിച്ചത് നേരിട്ട് ശലോമോൻ കണ്ടപ്പോൾ പുള്ളിക്കൊരാഗ്രഹം, ഇതൊക്കെ ഞങ്ങൾക്ക് തന്ന ഈ രാജാവിന് എന്തേലും കൊടുക്കണം. പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ രാജ്യത്ത് കൊടുക്കാൻ കൊള്ളാവുന്ന സ്ഥലം ഈ ഗലീലയിലെ 20 പട്ടണമാണ്. ഒരല്ലേ പറഞ്ഞ് 20 പട്ടണങ്ങൾ ഹീരാമിന് കൊടുത്തപ്പോൾ ഹീരാം സൈന്യസമേതം വന്നു ഈ ദേശം കാണാൻ. വന്ന ദേശം കണ്ടേച്ച് സഹോദര ശലോമോനെ, ഈ സഹോദര എന്നുള്ള വിളി തുടങ്ങിയത് പുള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ തെറ്റാണ്, തിരുത്തിയേക്കണം കേട്ടോ. എന്തുവായാലും ഹീരാം എന്ന് പറയുന്ന രാജാവ് ശലോമോനെ വിളിച്ച്, സഹോദര ശലോമോനെ, ഇതാർക്ക് വേണമെടാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ നല്ല ഒന്നാന്തരം സംവിധാനങ്ങൾ നിനക്ക് ചുമ്മാ തന്നിട്ട് നീ എനിക്ക് ഇതാണോ തന്നെ? എനിക്ക് വേണമെന്ന് ഒരു പേരിട്ടു പോയി. കാബൂൾ ദേശം, അജ്ഞതയുടെ ദേശം, അന്ധതമസുള്ള ദേശം, കൂരിരുട്ടുള്ള ദേശം, പ്രൈസ് ദി ലോർഡ്, അജ്ഞാനികളെ കൊണ്ട് നിറഞ്ഞ ദേശം. ഇനി ആത്മക്കണ്ണുള്ളവ സൂക്ഷിച്ചു നോക്കിയാൽ മരണം ഇങ്ങനെ നേലായി പോകുന്ന പോലെ കാണാം. മരണത്തിൻ്റെ നിഴലുള്ള താഴ്വര. പ്രൈസ് ദി ലോർഡ്. എഴുതി തള്ളിയ ദേശം ബേതലഹേമിൽ പിറന്നെങ്കിലും യേശു ആ ദേശത്തിന് അഡ്രസ്സിൽ അറിയാൻ ആഗ്രഹിച്ചു. നല്ല സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഞാൻ ദൂത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആർക്കും വേണ്ടാതെ എഴുതി തള്ളിയതിനെ തേടി വന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരിന്ന് രാത്രി നല്ലതുപോലെ കരം ഒന്ന് അടിച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം വെളിപ്പെടുത്തി, മഹത്വം വെളിപ്പെടുത്തത് ഗലീലയിലാണ്. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അത്ഭുതം ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ തിബരിയാസ് കടലിന്റെ കരയ്ക്ക് വന്ന് ആഴത്തിൽ കിടന്ന 153 വലിയ മത്സ്യത്തെ വലയ്ക്കകത്ത് കയറ്റി ഒടുവിലത്തെ അത്ഭുതം ചെയ്തതും ഈ ഗലീലയിലാണ്. തുടങ്ങിയത് അവിടാണ്, നിർത്തിയതും അവിടാണ്. നല്ല സ്തോത്രം പറയണം. കർത്താവിൻ്റെ ഉപമകളിൽ 90% ഉപമകൾ പറഞ്ഞത് ഈ ഗലീലയിലാണ്. കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ രേഖപ്പെടുത്തിയതിൽ 19 അത്ഭുതങ്ങളും നടന്നത് ഗലീലയിലാണ്. കർത്താവ് തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരും ഗലീലക്കാരായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലെ ചെറിയനാട് ഞാൻ ദൂത് പറയുമ്പോൾ ചെറിയനാട് ചിലതിനെ
ചെറിയ നാടെന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് ചില ചെറുതിനെ ഇന്ന് രാത്രി തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവരെ കരമടിച്ച് ദൈവത്തെ ഇന്ന് രാത്രി ഒന്ന് ആരാധിക്കണം. ഒരു സാധ്യതയുമില്ലാത്ത ചെറുതിനെ. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ അച്ചായൻ പറഞ്ഞായിരുന്നു, സഭ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ, ആ പ്രഖ്യാപനം നടത്തിയത് സഭ പണിയും എന്ന പ്രഖ്യാപനം നടത്തിയത് ഗലീലയിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഗലീലയിലെ ഫിലിപ്പിന്റെ കൈസരിയ. ഫിലിപ്പിന്റെ കൈസരി എന്ന് പേര് വരാൻ കാരണം ആ സ്ഥലത്തിന്റെ പേര് കൈസരി എന്നാണ്. എന്നാൽ മഹാനായ അലക്സാണ്ടറിന്റെ അപ്പൻ മഹാനായ ഫിലിപ്പ് രാജ്യം വാഴുമ്പോൾ തൻ്റെ പേര് നിലനിർത്തേണ്ടതിനായിട്ട് തൻ്റെ ഒരു വലിയ പ്രതിമയുണ്ടാക്കി ഉയർന്ന ഫിലിപ്പിന്റെ കൈസരി സ്ഥാപിച്ചു. നിങ്ങൾ ആ മലയിൽ ചെന്നാൽ അവിടെ വിഗ്രഹങ്ങളുടെ ഒരു താവളമാണ്. 14 ബാലിൻ്റെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്, 14 അസാരയുടെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്, ഒരു പാൻ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വിഗ്രഹം ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിനേക്കാളൊക്കെ ഉയർന്ന് നമ്മുടെ ഫിലിപ്പിന്റെ പ്രതിമ ഇരിപ്പുണ്ട്. ഈ പ്രതിമകൾ നിറഞ്ഞതിന് നടുക്ക് ചെന്നിട്ടാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഒരു സ്തോത്രം പറയണം. മഴ പെയ്ക്കുന്ന ബാലാണോ, തീയിറക്കുന്ന അസേരയാണോ, അതോ നാട്ടുകാർ സേവിക്കുന്ന പാനാണോ, നിങ്ങൾ എന്നെ ആരെന്നാ പറയുന്നത്? ഒരു ഹല്ലേലൂയ പറയണം. അപ്പോൾ അവർ പറഞ്ഞു, നിന്നെക്കുറിച്ച് പലരും പലതാ പറയുന്നത്, എല്ലാം ഒന്നും പറയാൻ കൊള്ളത്തില്ല. ചിലർ പറയുന്നത് മറിയയുടെ മോനാന്ന, ചിലർ പറയുന്നത് അച്ഛൻ്റെ മോനാന്ന, ചിലർ പറയുന്നത് ഉണ്ണീശുവാന്ന, ചിലർ പറയുന്നത് അല്ലിയ ബെയൂസബേലാന്ന, ഭൂതങ്ങളുടെ തലവനാന്ന, ചിലരൊക്കെ പിന്നെ പറഞ്ഞ വേശ്യാപുത്രനാണെന്ന, ഇങ്ങനെ ഒത്തിരി പേര്. പിന്നെ ചിലരൊക്കെ പറയുന്നു പ്രവാചകന്മാരിൽ ഒരാളാണ്, ഇരമ്യാവാണ്, ഏലിയാവാണ്, യോഗന്നാൻ തല വെട്ടിക്കളഞ്ഞ് യോഗനാൻ തിരിച്ചു വന്ന എന്നൊക്കെ പറയുന്നുണ്ട്. യേശു പറഞ്ഞു, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതിൻ്റെ ഒന്നും മറുപടി നമ്മൾ പറയണ്ട. എൻ്റെ കൂടെ നിങ്ങളെന്ത് പറയുന്നു, നിങ്ങളെന്ത് പറയുന്നു? ഉടനെ ശിഷ്യന്മാർ 11 പേരും ആൽവി ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ലെന്നുള്ള നിലയിൽ നിങ്ങളിപ്പം മിണ്ടാതിരിക്കുന്ന പോലെ അവർ 11 പേരും മിണ്ടാതിരുന്നു. ഒരല്ലേ പറഞ്ഞേ, നിങ്ങളുടെ മൗനം പൊതുസഭ എനിക്ക് തന്ന അംഗീകാരമായി കണക്കാക്കുന്നു എന്ന് കല്യാണം നടന്ന ആൾ പറയുന്നത് പോലെ എല്ലാവരും മൗനമായിരുന്നപ്പോൾ പത്രോസ് മൗനത്തെ വെടിഞ്ഞിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. സന്തോഷമുണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ചോദ്യം ചോദിച്ചതും യേശു ക്രിസ്തുവാണെന്നുള്ള പ്രഖ്യാപനം നടന്നതും ഈ ഗലീലയിൽ വെച്ചാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച പത്രോസ് വാഗൊണ്ട് ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന്റെ അധികാരത്തിന്റെ ലെവല് മാറി. ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി നീ യേശു യേശു എന്ന് പറയുന്നതിനെക്കാട്ടിൽ നിന്റെ യേശു നിന്റെ ക്രിസ്തുവാണെന്ന് നീ എപ്പോൾ അതരം കൊണ്ട് ഏറ്റു പറയുമോ, അതോടെ നിന്റെ അധികാരത്തിന്റെ പരിധി മാറുകയാ, അധികാര ലെവല് മാറുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കണമല്ലോ. നീ എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കുമ്പോൾ പിന്നെ ഒട്ടും താമസിച്ചില്ല. കർത്താവ് പറഞ്ഞു, ബെറയോനാ ശീമോനെ, നീയാണ് ഭാഗ്യവാൻ. എൻ്റെ കൂടെ ഇങ്ങനെ 12 പേര് നടന്നെങ്കിലും കുറച്ച് പേർക്ക് മിച്ചം വന്ന അപ്പം ചുമക്കാനും ഒക്കെ ഭാഗ്യം കിട്ടിക്കാണും. പക്ഷേ നീയാണ് യഥാർത്ഥ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ലടാ നിന്നെ കൊണ്ടിത് പറയിപ്പിച്ചേ. യേശുവിനെ ക്രിസ്തുവെന്ന് പറയുന്നത് ജഡരക്തങ്ങളല്ല, ദൈവത്തിന്റെ ആത്മാവുള്ളവനെ അത് പറയാൻ കഴിയത്തുള്ളൂ. സ്വത്രം പറഞ്ഞേ, എന്നേരമേ താക്കോലെടുത്ത് കൈക്കൊള്ളു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ ഭൂമിയിൽ അഴിച്ചാൽ സ്വർഗത്തിൽ അഴിയും, ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെടും. താക്കോല് കൈമാറിട്ട് പറഞ്ഞു, ഞാൻ പണിയും. സ്വത്രം പറയണം, നല്ല ഹല്ലേലൂയ പറയണം. ഇന്ന് രാത്രി നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ യേശു പണിയണം. നിന്റെ ശുശ്രൂഷയെ യേശു പണിയണം. നിന്റെ മേലുള്ള അഭിഷേകത്തെ യേശു പണിയണം. നിന്റെ കുടുംബത്തെ യേശു പണിയണം. നിന്റെ തലമുറയെ യേശു പണിയണം. നിന്റെ സഭയെ യേശു പണിയണം. ഈ രാത്രി യേശു ആരംഭിച്ചാൽ അതിനെ തടയാൻ ഉലകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കണം. യേശു നിന്റെ കുടുംബത്തെ പണിയട്ടെ.
ഹല്ലേലൂയ. നീ അടിച്ചാൽ സ്വർഗത്തിൽ ആഭിചാരം നീ അടിക്കണം, മന്ത്രവാദം നീ അടിക്കണം, അന്യാരാധന ശക്തിയുടെ ബന്ധനത്തെ നീ അടിക്കണം, രോഗാത്മാവിനെ നീ അഴിക്കണം, കാൻസറിനെ നീ അഴിക്കണം. സ്വോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി അഴിക്കാൻ അധികാരം നിന്റെ കയ്യിലാ. യേശുവിനെ ക്രിസ്തുവെന്ന് അംഗീകരിക്കുന്നവന്റെ കയ്യിൽ ദൈവം അധികാരം തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യുന്നവർക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അജ്ഞാനികളായിരിക്കുന്ന ഒറ്റഭാഷ പറയുന്ന ഏത് ഭാഷയാ? ഏത് ഭാഷയാ? അരാമ്യ ഭാഷ. യേശു ഒടുവിൽ ക്രൂശിക്കണമെന്ന് പറഞ്ഞതും തുടങ്ങിയതും അരാമ്യ ഭാഷയാണ്. ഒടുവിൽ പറഞ്ഞ എലോഹി എലോഹി ലെമ്മാ ശബത്താനി എന്ന് പറഞ്ഞ പദം അരാമ്യ ഭാഷയാണ്. ഈ അരാമ്യ ഭാഷ കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. ഒരു മനുഷ്യൻ കുറച്ച് വഴി വീണ് കാക്കോത്തി കൊണ്ടുപോയി, കുറച്ച് മുള്ളിനിടെ വീണ് വളർന്നു വന്നെങ്കിലും ഞെരുക്കുകയാൽ അത് ഫലം കായ്ച്ചില്ല. കുറച്ച് പാറ സ്ഥലത്ത് വീണ് മണ്ണില്ലാഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി. കുറച്ച് നല്ല നിലത്ത് വീണു, അത് 30 പറവും 100 മേനി. മനസ്സിലായല്ലോ? ഞാൻ എൻ്റെ ഹീബ്രു പറയണ്ടല്ലോ. ഹീബ്രുവിൽ വിത്ത് അങ്ങനെ പറയണോ? വേണ്ട. കർത്താവും പറഞ്ഞില്ല. കർത്താവ് അരാമ്യ ഭാഷ ഇത് പറഞ്ഞു. വൈകിട്ട് ഇവർ വന്നു ചോദിക്കുക, കർത്താവേ നീ എന്തോ രാവിലെ പറഞ്ഞു ഉപമയുടെ അർത്ഥം? അതായിരുന്നു ഇവരുടെ ബുദ്ധിയാഭ്യാസം. എനിക്ക് മനസ്സിലായില്ല. ഇത്ര സിമ്പിളായ ഒരു ഉപമ പറഞ്ഞിട്ട് അവർ വൈകിട്ട് വന്ന് ചോദിച്ചു, കർത്താവേ രാവിലെ പറഞ്ഞ ഉപമയുടെ അപ്പോൾ അവരുടെ അറിവ് മനസ്സിലായോ? അരാമ്യ ഭാഷ അറിയാവുന്നവരോട് അരാമ്യ ഭാഷയിൽ ഒരു കൊച്ചു ഉപമ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം വൈകിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ കൂടെ കൂടിയ പുള്ളികളുടെ വിദ്യാഭ്യാസം മനസ്സിലായല്ലോ. എൻ്റെ കൂടെ വരണം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ എൻ്റെ യേശു തിരഞ്ഞെടുത്തത് കുറെ പോഷന്മാരെ. ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ പരിധികളൊന്നും ദൈവത്തിന് വിഷയമല്ല, നിന്റെ പരിമിതികൾ ദൈവത്തിന് വിഷയമല്ല. നീ ഒന്ന് കർത്താവിനായി സമർപ്പിക്കാമോ? ഇന്ന് രാത്രി നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ, കർത്താവിൻ്റെ വരവിന് മുമ്പ് നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി നന്നായിട്ടൊരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ഇന്ന് രാത്രി ചില പരിമിതികളെ ദൈവം മാറ്റുകയാണ്, ചില പരിധികളെ ദൈവം മാറ്റി, ചില അതിരുകളെ ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് ഇവരെ ഇങ്ങനെ തെരഞ്ഞെടുത്തു, താക്കോല് കൈമാറി. ഇവർ പറഞ്ഞ കാര്യം ശരിയാണെന്നവരെ ബോധ്യപ്പെടുത്താൻ. പത്രോസ് പറഞ്ഞ വെളിപ്പാട് വെളിവുകേടല്ല, വെളിപ്പാട് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താൻ ഇത് പറഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞ്, ഇത് പറഞ്ഞിട്ട് 6 ദിവസം കഴിഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് ഉയർന്നൊരു മലയിലേക്ക് പോയി. അവിടെ വെച്ച് ഈ ഭൂമിയിൽ ഒരലക്കുകാരനും അലക്കി വെളുപ്പിപ്പാൻ കഴിയാത്ത തേജസ്സാര് ധരിച്ചു? യേശു ധരിച്ചു. പെട്ടെന്ന് പാതി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പത്രോസ് പറഞ്ഞു, 3 വീട് ഇപ്പം തന്നെ വെച്ചേക്കാം. ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നിനക്ക്. പ്രൈസലോ. അവൻ എന്തു പറയേണ്ടുവെന്ന് അറിഞ്ഞില്ല. അപ്പോൾ സ്വർഗം പെട്ടെന്നൊരു മേഘം കൊണ്ടുവന്ന് 2 പേരെ മറച്ചിട്ട് യേശുവിനെ മാത്രം കണ്ടപ്പം മേഘത്തിനകത്തുനിന്ന് ഒരു ശബ്ദം അവർ കേൾക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 6 ദിവസം മുമ്പ് പത്രോസേ നീ പറഞ്ഞ വെളിപ്പാട് കറക്റ്റാന്നാ പറഞ്ഞേ. ഹലോ, നല്ല സ്തോത്രം പറയണം. ഹല്ലേലൂയ. നീ കണ്ടത് യഥാർത്ഥമായ കാര്യമാണ് എന്ന് ആത്മാവ് അടിയറ വിട്ട് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പിന്നെ പെസഹായിക്ക് പോകുന്നു, കാല് കഴുകുന്നു, ഒലിവുമലയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, മഹാപൗരോഹിത്യ പ്രാർത്ഥന കഴിയുന്നു, ക്രൂശീകരണം നടക്കുന്നു, കർത്താവ് മരിച്ചടക്കപ്പെടുന്നു. ഒരല്ലിയെ പറഞ്ഞാട്ട് മറ്റൊത്തിരി കാര്യം പറയേണ്ടതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. നമുക്ക് സമയത്ത് നിർത്തുകയും ചെയ്യണമല്ലോ. നിങ്ങൾ നല്ല പരിജ്ഞാനമുള്ള വചനമറിയാവുന്നവരാണ്, എനിക്കറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ വേഗത്തിൽ പോയാലും നിങ്ങൾ ഗ്രഹിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. ഒരല്ലിയെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാനായി ചെന്ന സഹോദരിമാർക്ക് യേശു നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്ക് യേശുവാന്ന് ബോധ്യപ്പെടുകയും അവരാ കാക്കലോട്ട് വീണ് കർത്താവിനെ എന്ത് ചെയ്തു?
നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ആരാധിച്ചു. ഇന്നൊക്കെ നമ്മുടെ സഭകളിൽ ഇല്ലാതെ പോയതും പലയിടത്തും ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് ആരാധന. ഹലോ, നമ്മുടെ മോളെ ഓർഗൻ നിർത്തിയാൽ നമ്മുടെ കയ്യടി പോകും. നമ്മുടെ കൊച്ചൻ തമ്പുരാടി നിർത്തിയാൽ നമ്മുടെ ആരാധന പോകും. ആ നിലയിലായി. ആത്മാവ് നിയന്ത്രിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഒരു സ്തോത്രം പറയണം. ഞാൻ അങ്ങോട്ടെങ്കിലും പോകുന്നില്ല, ഞാൻ വഴക്ക് പറയാൻ വന്നതല്ല, എങ്കിലും ഗുണപ്പെടണമെന്ന് പറയാനാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവമക്കൾക്കൊരു മാനസാന്തരം ഉണ്ടാകണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ ഈ ആവശ്യമില്ലാത്ത സഭാ രാഷ്ട്രീയവും മറ്റുള്ള ഈഗോകളും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള കടിപിടിയും എല്ലാം നിർത്തിയിട്ട് നിത്യതയെ പോകണം. എത്ര പേര് കൊതിക്കുന്നുണ്ട്? അപ്പം ഈ യോഗങ്ങളെല്ലാം അതിനു വേണ്ടിയുള്ള ഒരുക്കമായിട്ട് മാറണം. നിങ്ങൾ വിചാരിച്ചോ ഗ്യാസിന് ഇങ്ങനെ പോയി ക്യൂ നിൽക്കേണ്ടി വരുമെന്ന്? ഇല്ല. വീണ്ടും അടുപ്പില്ലാത്ത വീട്ടിലെല്ലാം അടുപ്പുണ്ടാക്കിയല്ലോ, 3 ഇഷ്ടിക വെച്ച്. ഊത്തറിയത്തില്ലാത്ത സഭയെ വന്ന് പാസക്കിട്ടൊക്കെ ഊതിക്കൊണ്ടിരുന്നവരിപ്പം വീട്ടിൽ ഊതാൻ തുടങ്ങിയല്ലോ, അല്ല? പിന്നെ കുനിയാത്തവർ കുനിയാൻ തുടങ്ങിയല്ലോ. 1 വയസ്സുള്ള കൊച്ചുവരെ കോട് വന്നപ്പോൾ കസാര ഇരുന്ന് കാലും വെച്ച് കാലാട്ടിക്കൊണ്ടായിരുന്നിരുന്നത്. ഇപ്പോൾ എല്ലാവരും കുനിയാൻ തുടങ്ങി. തീ കത്തിക്കണേ കുനിയണമല്ലോ. സ്വത്രമൊന്നും പറയുന്നില്ല. വടി വെട്ടിയതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കാണുമ്പോൾ നീ ഒരുങ്ങിക്കോണം. സന്തോഷമുണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേരെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ ഗലീല പുരുഷന്മാർക്ക് അറിവ് കുറവാണ്, അജ്ഞതയുള്ളവരാണ്, അന്ധകാരം കുടികുത്തി വാഴുന്ന ദേശമാണ്. പക്ഷെ ഒരു ദൂത്, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഒരു ഹല്ലേലൂയ പറയണം. യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ ഗലീലയുടെ അഡ്രസ്സ് മാറി. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ഇപ്പൊ സ്വർഗത്തിലാകെ അറിയാവുന്ന ഒരു അഡ്രസ്സ്. ഗലീല പുരുഷന്മാരെ, ഹലോ, യഹൂദ പുരുഷന്മാരെ അല്ല വിളിച്ചേ. ഗലീലയെന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചവരുടെ മുമ്പിൽ സ്വർഗം വിളിക്കുകയാണ്, ഗലീല പുരുഷന്മാരെ. ഒരു ദൂതനാവെന്ന് പറഞ്ഞ കന്യകയോട് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന്. അത് നടന്നോ? നടന്നെങ്കിൽ 2 ദൂതനാ പറഞ്ഞേക്കുന്നത് വരുമെന്ന്. ഒരു ദൂതൻ പറഞ്ഞത് നടന്നെങ്കിൽ 2 ദൂതൻ പറഞ്ഞത് നടന്നിരിക്കും. ഉറപ്പുള്ളവരുണ്ടെങ്കിൽ കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. പിന്നെ ഇത് സ്വർഗത്തിന്റെ പ്രഖ്യാപനമല്ലേ, അത് മാറാനൊക്കത്തില്ല, അത് നടക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇവരെ എല്ലാം കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഗലീലയ്ക്ക് പോവും, ഞാൻ അവിടെ വെച്ച് നിങ്ങളെ കാണും. അവിടെ വെച്ച് നിങ്ങളെ, യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹം വാസ്തവത്തിൽ പറയുന്നിരുന്നത് നിങ്ങൾ ബേദലഹേമിൽ വരണം, ഞാൻ അവിടെ വെച്ച് നിങ്ങളെ കാണുമെന്നാണ്. പക്ഷെ പറഞ്ഞത് നിങ്ങൾ ഗലീലയ്ക്ക് പോകണം, അവിടെ വെച്ച് ഞാൻ നിങ്ങളെ കാണും. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നു. അവർ പറഞ്ഞു പോകല്ലേ, ഞങ്ങൾ ഇട്ടേച്ച് പോയി ഞങ്ങൾക്ക് കാര്യമില്ല. പോയാലേ കുഞ്ഞെ കാര്യസ്ഥം വരത്തുള്ളൂ. ഞാൻ പോകാഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനമില്ല. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ ചെന്നാൽ ആദ്യം ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങളുടെ കൂടെ നിത്യം ഇരിക്കേണ്ടതിന്. ഒരു സ്തോത്രം പറയണം. വെള്ളിയാഴ്ച ഞായറാഴ്ച 4 മണിക്കൂർ ഇരിക്കാനല്ല, നിത്യം ഇരിക്കേണ്ടതിന് ഞാൻ ആത്മാവിനെ വാങ്ങി നിങ്ങളുടെ മേൽ അയച്ചു തരും. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നിട്ട് നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷിയാകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പോയി. ഇവര് മർക്കോസിന്റെ മാളികമുറിയിൽ കർത്താവിന് വേണ്ടി കാത്തിരുന്നു. എനിക്ക് ഈ മർക്കോസിനോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. 10 ദിവസം 120 പേര്. അറ്റാച്ച്ഡ് ബാത്റൂം ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 2000 വർഷം മുമ്പല്ലേ. ഒരു വീട്ടിൽ ഡിസ്പോസബിൾ പ്ലേറ്റും ഗ്ലാസും ഇല്ലാത്ത കാലം.
നമ്മുടെ വീട്ടിൽ പിള്ളേർ ഗൾഫിലൊക്കെ പോയി അമേരിക്കയിലൊക്കെ പോയി ടാക്സ് കൊടുത്ത് പ്ലെയിനിൽ ടിക്കറ്റ് എടുത്ത് 30 കിലോ കൊണ്ടെടുത്ത് 40 കിലോ ആയിട്ട് പ്ലേറ്റ് എല്ലാം കൊണ്ടുവന്നു. അന്ന് അത് ഷോക്കേസിൽ കയറിയതാണ്, ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. അതിനകത്ത് പാറ്റ വന്ന് ബേസ് ഇട്ടേച്ച് പോവാം, എന്നിട്ട് ചാകുന്നന്ന് വരെ ഡിസ്പോസിബിളിൽ കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതിപ്പോൾ ഈയിടെ ചിന്തിക്കാൻ തുടങ്ങി. രാജ പിണങ്ങല്ലേ, ഈയിടെ പിള്ളേരെല്ലാം കൂടെ വന്നു. അപ്പോൾ ഞാൻ സഭയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചപ്പോൾ എങ്ങനെ നമ്മുടെ ക്രമീകരണം, അത് പാസങ്ങളെ നമുക്ക് 7 മണിക്ക് തന്നെ എടുക്കണം. ഞാൻ ചെന്നാ അത് ഞങ്ങൾക്ക് 3 ദിവസം തരണം. ഞാൻ നിങ്ങളെല്ലാം വന്നാലും ഇനിയില്ല 3 ദിവസം അല്ല, ഞങ്ങൾക്ക് അയ്യോ പല കാര്യമുണ്ട്. അപ്പം 1-2 പിള്ളേർക്ക് ഫേസ് ചെയ്യണം, 2 പിള്ളേർക്ക് ഈ മുടിയെല്ലാം കൂടെ സ്ട്രെയിൻ ചെയ്യണം, പിന്നെ 2 പേർക്ക് വെള്ള ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പോൾ മഹാലക്ഷ്മിയിലും ശീമാട്ടിയിലെല്ലാം പോയി, പിന്നെ ബാർബർ ഷോപ്പിലും ഒക്കെ പോയി വരാൻ വേണ്ടിയാണ് 3 ദിവസം. ഇത് ഐസ് പിടിച്ചിരിക്കുക. അപ്പോൾ പിള്ളേർ ഭയങ്കര ഒരുക്കാണ്. പോട്ടെ, അതെല്ലാം സമ്മതിച്ചു. 7 മണിക്ക് എടുക്കണം. മിന്നൽ മൈക്ക് വെച്ച പാട്ട് തൊട്ട് പുറകിൽ ആംബുലൻസ്, പുറകെ വണ്ടിയെല്ലാം വരണം. വീടിനകത്ത് 20 മിനിറ്റ്. ഞാൻ ചോദിച്ചാൽ 20 മിനിറ്റ് നമുക്ക് 1 മണിക്കൂർ വെച്ചാൽ ഭയങ്കര വീടല്ലേ? അല്ല, അത് വേണ്ട, എല്ലാം കൂടെ കയറി ഇറങ്ങി അതെല്ലാം കൂടെ അലമ്പാക്കണ്ട. 20 മിനിറ്റ് ദൈവദാസൻ 90 സങ്കീർത്തനം വായിക്കണം, പ്രാർത്ഥിക്കണം. അകത്ത് ആർക്കും അനുശോചനമില്ല. അത് കഴിയുമ്പോൾ ഇറക്കണം. ഞാൻ അവിടെ തന്നെ പൊന്നെ, ഈ മനുഷ്യൻ എന്ത് കഷ്ടപ്പെട്ട് പണിത വീടാണ്. ആ വീട്ടിലൊരു 1/2 മണിക്കൂർ വെക്കാൻ പോലും അനുവാദമില്ല. ഹലോ, അപ്പം ലാസ്റ്റ് തന്നെ 1/2 മണിക്കൂർ വീട്ടിൽ വെക്കത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ സമയമുള്ളപ്പം വീട്ടിൽ ഇരുന്നോണം. നല്ല അല്ലേലിയ പറയണം, നല്ല അല്ലേലിയ. പിന്നെ ആ ഉള്ള പാത്രത്തിൽ വല്ലപ്പോഴും നല്ലപോലെ വല്ലതും ഒന്ന് കഴിക്കണം. പിന്നെ കടയിലെ ചാളമത്തി അയലയും മാത്രമല്ല, നെന്മീനും ആകോലിയൊക്കെ ഉണ്ട്. എന്നും വേണ്ട, വല്ലപ്പോഴും. യുവന്മാരെല്ലാം ഈ പൈസയ്ക്ക് അടി ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പം നല്ലല്ലേ പറഞ്ഞേ, എടാ ജീവിക്കുമ്പം നല്ലപോലെ അങ്ങ് ജീവിച്ചേച്ച് ചാക്. സന്തോഷമുണ്ട് കൈയടിച്ചൊരല്ലേ പറഞ്ഞേ. ഓർത്തപ്പം ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ ആ ഭാഗം വിടുകയാ. നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവർക്ക് ആത്മനിയോഗം പ്രാപിക്കാൻ വേണ്ടിയിട്ട് മർക്കോസിൻ്റെ അന്ന് ഭയങ്കര വീടുള്ള ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ ധാരണ നമുക്ക് ആ വലിയ വീടുണ്ടായെന്ന്. 120 പേർ ഇരുന്ന് പ്രാർത്ഥിക്കാവുന്ന മുറിയുള്ള ആളുകൾ കയ്യിൽ നോക്കി. ചെറിയ നാട്ട് ഹോളിനകത്ത് കാണും. നിങ്ങളുടെ വീട്ടിൽ 120 പേർക്ക് ഒന്നിച്ചിരിക്കാമെന്ന് ആർക്കും ഇല്ലല്ലോ. നിങ്ങളെക്കാട്ടി വലിയ കാശുകാരനായിരുന്നു മർക്കോസ്. അവിടൊന്നും മിണ്ടുന്നില്ല. മർക്കോസിൻ്റെ അപ്പൻ്റെ ആയിരുന്നു ഒലൂമല. ഹലോ, മർക്കോസിൻ്റെ പിതാവിൻ്റെ ആയിരുന്നു യേശു പോയി സ്ഥിരം പ്രാർത്ഥിച്ച ഒലൂമല. ഒരു മല സ്വന്തമായിട്ടുണ്ടായിരുന്ന ആളാണ് അവൻ്റെ അപ്പൻ. അപ്പം വീട് മനസ്സിലായല്ലോ. അപ്പോൾ പണ്ടേ നല്ല കാശുകാരുണ്ട്, അല്ല നീ അല്ല പുത്തൻ മടിശീലക്കാരായിട്ട് വന്നേക്കുന്നത്, നിന്നേക്കാളോ കാശുള്ളവരുണ്ടായിരുന്നു. ഒരല്ലലിയെ പറഞ്ഞേരെ. അതുകൊണ്ട് കുളിഞ്ഞെളിയാതിരിക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ. ഒരല്ലലിയെ പറഞ്ഞാട്ട് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ. അപ്പോൾ ആ വീട്ടിൽ 120 ദിവസം ചോറ് കഴിച്ചില്ലെങ്കിലും കടുക്കാപ്പി കൊടുത്ത് കാണത്തില്ലേ? ഈ അമ്മാമ്മയെ സമ്മതിക്കണ്ടേ, മർക്കോസിൻ്റെ ഭാര്യ ആൻറ്റിയെ. ഹലോ, എടാ 2025 വർഷം കഴിഞ്ഞ് മർക്കോസിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ, നീ ചത്താലും പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ നിന്റെ അഡ്രസ് ഭൂമിയിൽ നിന്ന് മാറാതെ ദൈവം സൂക്ഷിക്കും. സന്തോഷമുണ്ട് കൈയടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ ഇനി ഒരു വാക്യം വായിക്കണം, 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ. പാർഥ്യർ, മേദ്യർ, എലേമ്യർ, മെസൊപ്പൊത്താമ്യയിൽ, യഹൂദിയിലും കപ്പദോക്യയിലും പൊന്തിയോസിലും ആസിയയിലും ഫ്രൂഗയിലും പപ്പുല്യയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. എല്ലാവരും ഭ്രമിച്ചു ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. അരാമ്യ ഭാഷയുടെ 10 വിത്തിന്റെ കഥ മനസ്സിലാകാത്ത പുള്ളികളുടെ കാര്യം പറയാൻ പോവാ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ.
ലോക്കൽ, അവർ സാധാരണ സംസാരിക്കുന്ന നാടൻ ഭാഷയുടെ ഉപമ പറഞ്ഞിട്ട് വൈകിട്ട് അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിക്കുന്ന ഈ പാവങ്ങളുടെ മേൽ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ 14 രാജ്യക്കാരുടെ ഭാഷയിൽ അവർ സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നെ ഉയർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ഈ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് നിന്റെ ജ്ഞാനം ഈ രാത്രി വർദ്ധിപ്പിക്കുവാൻ. ഓ റികലമന ശബ്ദരാധര വൈഡമനകൽക്കന. പ്രൈസ് ദി ലോർഡ്. അറബിക്കാരും പേർഷ്യക്കാരും ലിബിയക്കാരും ആസിയക്കാരും പാർത്യരും മേത്യരും എലാമ്യരും മെസപ്പൊത്തോമ്യരും എല്ലാം കൂടെ വന്നപ്പോൾ അവരവരുടെ ഭാഷയിൽ ഈ ഗലീലക്കാരായ മുക്കുവന്മാരായ വിദ്യാഭ്യാസമില്ലാത്ത പഠിപ്പില്ലാത്ത, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. നിങ്ങൾ ഒരു വാക്യം കൂടെ വായിക്കണം, ഒരു വാക്യം കൂടെ വായിക്കണം കേട്ടോ. അതിൻ്റെ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിച്ച്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെ ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും. ഇനി ഞാൻ വന്ന് പഠിപ്പില്ലാത്ത കാര്യം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ വിഷയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വായിപ്പിച്ച പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുക. സ്തോത്രം ഈ രാത്രി പറയണം. വെറും സാമാന്യരെ അസാമാന്യരാക്കി മാറ്റുന്ന, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, വെറും സാധാരണക്കാരെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി ഈ പന്തലിലേക്ക് പകരാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. പ്രാപിക്കാൻ എത്ര പേര് തയ്യാറുണ്ടെന്ന് രാത്രിയിൽ ആത്മാവിന്റെ ഒരു നിയോഗം ഏറ്റെടുക്കാൻ നീ തയ്യാറായാൽ ഈ പട്ടണത്തെ പിടിപ്പിപ്പാൻ. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മുടെ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും കൂടെ ഒന്നിച്ച് സംയുക്തമായി യുദ്ധത്തിന് നീങ്ങാൻ കാരണം അവരുടെ കയ്യിൽ ആറ്റം ഉണ്ടെന്നുള്ളതാണ്. ഇവർ പണ്ട് രാസായുധം നമ്മുടെ സദാം ഹുസൈൻ ഉണ്ടെന്നും പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കി. അയാളെ കൊന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ രാസായുധം ഇല്ലായിരുന്നു. ഇനി ഇവർ ചാകുമ്പോഴേ അറിയത്തുള്ളൂ അവിടെ ഉണ്ടായിരുന്നോ ഇല്ലയോ നമുക്കറിയത്തില്ല. സ്തോത്രം. പക്ഷേ അതുള്ള അനേക രാജ്യങ്ങളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഈ ആറ്റം കണ്ടുപിടിക്കുന്നതിനൊക്കെ മുമ്പേ സ്കൂളിൽ പോയിട്ടില്ലാത്ത നമ്മുടെ പത്രോസ് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. 3-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യം. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ദൈവം ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ദീർഘക്ഷമ കാണിച്ചുകൊണ്ടാ ഇന്ന് പകല് വരെ വരാഞ്ഞത്. പക്ഷെ ഇന്ന് രാത്രി വന്നേക്കാം. നീ ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണോ? ഹല്ലേലൂയ പറഞ്ഞേ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നെങ്കിലും നമ്മുടെ കർത്താവിന്റെ വരവ് താമസിക്കത്തില്ല. ചിലരൂടെ മാനസാന്തരപ്പെടാൻ ഈ കൺവെൻഷൻ ചിലരൂടെ മാനസാന്തരപ്പെടാൻ മുഖാന്തരമാകട്ടെ. ഹല്ലേലൂയ പറഞ്ഞേ. അടുത്ത വാക്യം വേഗം വായിച്ചേ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആകാശം, ഈ മോളിൽ കാണുന്ന ആകാശം നമ്മുടെ കൺവെൻഷൻ കഴിയുമ്പോൾ ഷീറ്റിനടിയിലിരിക്കുന്ന വെള്ള ചുരുട്ടി മാറ്റുന്നത് പോലെ ഈ ആകാശം ഒരു മുഴക്കത്തോടെ മാറിപ്പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ബോംബ് കത്തിയെരിയും. മൂലപദാർത്ഥങ്ങൾ കത്തിയെരിയും. ഭൂമിയും അതിലുള്ള പണികളും അതിലുള്ള മുഴുവൻ പണികളും വെന്തുപോകുകയും ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതാകയാൽ ആകാശം ചുറ്റഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിക്കും ഉള്ളവർ ആയിരിക്കണം. ഒരല്ലേ പറഞ്ഞേ. ഇതാരാ പറയുന്നേ?
അരാമ്യ ഭാഷയിൽ 10 വിത്തിൻ്റെ അർത്ഥം അറിയത്തില്ലാത്ത ആൾ പറയാണ് മൂലപദാർത്ഥം കത്തിയെരിയും, ഭൂമിയും അതിലെ പണികളും വെന്തുപോകും, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകും, ചന്ദ്രൻ രക്താംബരം പോലെ ചുമന്നു പോകും, ആകാശം ഒരു മുഴക്കത്തോടെ മാറിപ്പോകും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ തികച്ചും പോഷത്വമായി തിരഞ്ഞെടുത്തിട്ട് ആ പോഷന്റെ മേൽ സ്വർഗത്തിന്റെ അഭിഷേകം പകർന്നപ്പോൾ നമ്മുടെ ധാരണ പാട്ട് ക്ലൈമാക്സിലെത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടി 2ാമത്തെ ആവർത്തി പാടി അവർക്കൊരാവേശം വരുമ്പോൾ നമുക്കൊരു പരവേശം ഉണ്ടായിട്ട് ഇവർ പാടി ഓർഗനും സൈട്രമും ഋതംപാടും എല്ലാം കൂടെ അതിനൊരു ആവേശം കയറുമ്പോൾ നമുക്കൊരു പരവേശം ഉണ്ടായിട്ട് ഒടുവിൽ പറയുന്ന 2 കലപിലയല്ല അഭിഷേകം. നല്ല സ്തോത്രം പറയണം. ഇന്ന് വരെ ഉലകത്തിൽ ഒരുത്തൻ്റെ ബുദ്ധിയിൽ തെളിയാത്ത കാര്യം നിന്റെ കൊച്ചു ബുദ്ധിക്ക് തെളിയിച്ചിട്ട് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ കഴിയുന്ന അഭിഷേകം വിശ്വസിക്കുന്നവർ മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇന്ന് രാത്രി ആ ഒരു അഭിഷേകം കർത്താവേ ഈ കൺവെൻഷനിലെ എൻ്റെ മേലും പകരണമേ എന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. അപ്പൊ ഈ ആറ്റം എന്ന് പറയുന്ന ബോംബുണ്ടെങ്കിൽ, അങ്ങ് നാഗാസാക്കിയിലും ഹിരോഷിമയിലും വിട്ടതുണ്ടെങ്കിൽ, ഒരു ബട്ടൺ ഞെക്കിയാൽ ഇത് മുഴുവൻ കത്തിയേരിയും. മറ്റൊരു കാര്യം സെക്കരിയാവ് പറഞ്ഞായിരുന്നു. സെക്കരിയാവ് 14:12 പറഞ്ഞു. ഒന്ന് വായിച്ചു വിട്ടേരെ. സെക്കരിയാവ് 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്ത് സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിധം അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴിഞ്ഞു പോകുകയും അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോവുകയും അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോവുകയും അന്നാളിൽ യഹോവയാൽ ഒരു മഹാഭരവം അവരുടെ ഇടയിൽ ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ ഈ നുണയും കൊതിയും എല്ലാം പറഞ്ഞ് കൂട്ടിപ്പിടിപ്പിക്കുന്ന നാക്ക് വായി വെച്ച് തന്നെ അഴുകിപ്പോവും. നമ്മൾ ഈ ആവശ്യമില്ല അവർ രാത്രി മുഴുവൻ തോണ്ടിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൺതടത്തി വെച്ച് തന്നെ അഴുകിപ്പോവും. നീ നല്ല ജിംനാസ്റ്റിക്കാന്ന് പറഞ്ഞ് മസിൽ പിടിച്ച് നടക്കുന്ന ഈ മസില് നിൽക്കുന്ന നിപ്പിൽ അഴുകിപ്പോവെന്ന്. അതാ രാസായുധം. സ്വത്രം പറഞ്ഞില്ല. ആറ്റം ബോംബ് ഭൂമിയെ കത്തിക്കുമ്പോൾ നിന്നെ ഇങ്ങനെ ഉരുക്കി പൊടിച്ച് ദ്രവിച്ച് നിൽക്കുന്ന നിപ്പിൽ അസ്ഥി പൊടിഞ്ഞ് മാംസം ദ്രവിച്ച് കണ്ണ് ദ്രവിച്ച് നാക്ക് ദ്രവിച്ച്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പ്രവചനമെല്ലാം നിവർത്തിക്കാൻ പോകുകയാണ്. അവൻ അല്പം കൂടെ നിലനിൽപ്പില്ലെന്ന് കണ്ടാൽ അവനിതൊക്കെ ചെയ്തെന്ന് വരാം, പ്രയോഗിച്ചെന്ന് വരാം. ഏതു സമയത്തും എന്തും സംഭവിക്കാം. അതുകൊണ്ട് നീ ഇന്ന് രാത്രി അത് നടക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു, യുദ്ധം നിൽക്കാനായിട്ട് പ്രാർത്ഥിക്കേണ്ടത് യേശു പറഞ്ഞതല്ലേ ഉണ്ടാകുമെന്ന്. അതിന് ബന്ധിക്കോസുകാരെ കുത്തിയിരുന്ന് ഉപസിക്കൊന്നും വേണ്ട. നിന്റെ കൊച്ചവിടെ ഉണ്ട്, അവരെ ദൈവം നോക്കിക്കോളും. ആരും പേടിക്കണം. നിന്റെ പിള്ളേരോ മക്കളോ മരുമക്കളോ അവിടെ ഉണ്ടെങ്കിൽ അവരെ ദൈവം സൂക്ഷിച്ചോളും. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അഥവാ കർത്താവ് വന്നാൽ അവരവിടുന്ന് പോയിക്കോളും, നമ്മൾ ഇവിടുന്ന് പോകണം. ഒരു സ്വത്രം പറയണം. പക്ഷെ ഇന്ന് രാത്രി നീ ശ്രദ്ധിക്കേണ്ടത് ഈ ലോകം വെന്തഴിയാൻ പോകുകയാണ്. അല്ലെങ്കിൽ നിൽക്കുന്ന നിപ്പിൽ മാംസം ഇങ്ങനെ ദ്രവിച്ച് താഴോട്ട് വീഴാൻ പോകുകയാ. കണ്ടടത്തി വെച്ച് തന്നെ ദ്രവിച്ചു പോകാൻ പോകുകയാ. നാക്ക് വായി വെച്ച് ദ്രവിക്കാൻ പോകുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവികൾ ഭൂമിക്കടിയിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ പോകുകയാ. കുതിരയുടെ ഉടലുള്ള, മനുഷ്യന്റെ മുഖമുള്ള, തേളിന്റെ വാലുള്ള ഒരല്ലിയ പറയണം. ഇതൊക്കെ വന്ന് ഒരു കുത്തുകുത്തിയാൽ 6 മാസം വേദനയാ. മരണം കാണാൻ കൊതിക്കും, പക്ഷെ മരണം അവരെ വിട്ടുപോകും. തേള് കുത്തിയ വേദനയും കൊണ്ട് പുഷ്പഗിരി ചെല്ലുമ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ഓടി വരും, അയാളെ തേള് കുത്തിയെന്ന് പറഞ്ഞു. പിന്നെ ആരെ കാണിക്കാനാ? കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നെ ആരെ കാണിക്കും? ഒരല്ലിയ പറയണം. പ്രൈസ് ദി ലോർഡ്. ഇനി അവിടെ പുഷ്പഗിരിയിലെ ഡോക്ടറെ കടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ നേരെ പരിമണിക്ക് പോകും. അവിടെ തേള് കുത്തിയിട്ട് നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? എന്നേരം നീ പറയും, മരണം കിട്ടാത്തത് കൊണ്ട് മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, പാറകളെ ഞങ്ങളെ മൂടുവീൻ,
പക്ഷെ മലയും പാറയും നിന്നെ മൂടത്തില്ല. അതിനു മുമ്പേ സഭ ഇവിടുന്ന് പോകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണമേ. ചർച്ചക്കോടുകാർ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, AG-ക്കാർ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, IPC-ക്കാർ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഷാരോങ്കാരോ CSI-ക്കാരോ മർത്തോമക്കാരോ പോകുമെന്ന് ഞാൻ പറഞ്ഞില്ല, പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞ, സഭ ഇവിടുന്ന് പോകും. നല്ല സ്വോത്രം പറഞ്ഞു. ഇന്ന് രാത്രി നീ ഏത് കാരായാലും എനിക്ക് വിഷയമില്ല, നീ സഭയുടെ ഭാഗമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ക്രിസ്തു തലയായിരിക്കുന്ന ആ സഭയ്ക്കകത്ത് ഞാനുണ്ടെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ അവര് മാത്രം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അല്ലാത്തവർ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ മാനസാന്തരത്തിലേക്ക്, ഹല്ലേലൂയ. 3-4 വാക്യം വായിപ്പിച്ചപ്പോൾ വായിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഒരു 4 വാക്യം പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ പിന്നെ പ്രസംഗിച്ചാൽ മതി. ഒന്ന് വായിച്ച ദൈവ ആമോസിൻ്റെ പുസ്തകം 5-ാം അധ്യായം 18-ാമത്തെ വാക്യം, മലാക്കി 4-ാം അധ്യായം 5-ാമത്തെ വാക്യം, സെഫന്യാ 1-14-ാമത്തെ വാക്യം. 3-4 വാക്യം വേഗം ഒന്ന് വായിക്കും. യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം? അത് വെളിച്ചമല്ല, ഇരുട്ടത്രേ. അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്നും ഓടിപ്പോയിട്ട് കരടി അവനെ എതിർപ്പെടുകയും വീട്ടിൽ ചെന്ന് കൈവച്ച് യഹോവയുടെ ദിവസം കാംക്ഷിക്കുന്നവരെ, അത് നിങ്ങൾക്ക് ശുഭമല്ല. ആ ദിവസം നിങ്ങൾ വെളിച്ചം കാണാൻ ആഗ്രഹിക്കും, പക്ഷെ അത് ഇരുട്ടത്രേ. നീ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി ചെല്ലുന്ന കയറുന്ന കരടിയുടെ വായിലോട്ടാ. അത് ഭയങ്കരമായ ദിവസമാണ്. ആ ദിവസം വരുന്നതിന് തൊട്ടു മുമ്പേ സഭ ഇവിടുന്ന് പോവും. ഈ യോഗമെല്ലാം വെച്ചേക്കുന്നത് പുറത്തുള്ളവൻ ഗുണപ്പെടുന്നതിന് മാത്രമല്ല, അകത്തുള്ളവൻ പോണം. നിങ്ങളുടെ മുഖത്ത് എന്നോടൊരു കെറിവില്ലല്ലോ. ഉണ്ടെങ്കിലും ഞാൻ യോഗം കഴിയുമ്പോൾ പോകും. ഒരു സ്വോത്രം പറയണം. പക്ഷെ പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം, നിത്യത നമ്മളെല്ലാവരും ഉണ്ടായിരിക്കണം. ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. ദൈവദാസ വായിച്ചേ, മലാക്കി 4:5 വായിച്ചേ. യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. യഹോവയുടെ ഭയങ്കരവും വലിയതുമായ നാൾ വരുന്നു. വായിച്ചോ മലാക്കി സെഫന്യാ 1:14. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു. അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം ദിവസം അവിടെ കഠിനമായി നിലവിളിക്കുന്നു. വീരൻ കഠിനമായി നിലവിളിക്കുന്നു. ആ ദിവസം ക്രോധ ദിവസം. ആ ദിവസം ക്രോധ ദിവസം. കഷ്ടവും സങ്കടവുമുള്ള ദിവസം. കഷ്ടവും സങ്കടമുള്ള ദിവസം. ശൂന്യതയും നാശവുമുള്ള ദിവസം. ശൂന്യതയും നാശവുമുള്ള ദിവസം. ഇരുട്ടും അന്ധകാരമുള്ള ദിവസം. ഇരുട്ടും അന്ധകാരമുള്ള ദിവസം. മേഘം മൂടലുമുള്ള ദിവസം. ഹല്ലേലൂയ പറഞ്ഞേ. സമയമില്ല. 18-ാമത്തെ വാക്യം കൂടെ വായിച്ചോ. 18-ാമത്തെ വാക്യം കൂടെ. യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഒരു ഹല്ലേലൂയ പറയണം. ഇപ്പോഴേ പറമ്പിനൊന്നും വലിയ വിലയില്ലാത്തതുകൊണ്ട് എല്ലാവരും പൊന്നു മേടിച്ച് കൂട്ടുക. 20,000 രൂപയ്ക്ക് ഒരു പവൻ ഉണ്ടായിരുന്നതിന് സാധനം 1,20,000 ആയി. ഇനിയും കയറാൻ പോവാ. അവസാനം ഇത് മലമെന്നെണ്ണാൻ പോവാ. സ്വോത്രം പറയണം. അങ്ങനെ ഈ പുസ്തകം പറയുന്നത്, ഈ പുസ്തകത്തിലെ വള്ളിയോ പുള്ളിയോ മാറത്തില്ല. നീ ഇപ്പോൾ തോട്ടം വിറ്റും പിന്നെ ബ്ലേഡ് കമ്പനി കാശ് കൊണ്ടിട്ടാൽ അവൻ കുറച്ച് അടിച്ചുകൊണ്ട് മുങ്ങുന്നത് കൊണ്ട് അവിടെ ഇടാൻ വയ്യാത്തത് കൊണ്ടും നീ പൊന്നു മേടിച്ചു വെച്ചോ. പക്ഷെ ഇത് മലമെന്നെണ്ണുന്ന കാലം വരാൻ പോകുകയാ. അവരുടെ പൊന്നിനോ വെള്ളിക്കോ അവരെ രക്ഷിക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി നമ്മളെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടാകയാ. ഈ രാത്രി വിശ്വസിക്കുന്നവര് ആ കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് നിന്റെ വീണ്ടെടുപ്പിന്റെ വില അറിയണം. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോകുക. നിങ്ങളൊന്ന് വായിച്ച് വെളിപ്പാട് പുസ്തകം 6:15. സമയമില്ലെങ്കിലും ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാർപ്പുകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ. ഒരല്ലേലൂയ പറഞ്ഞേ. ബില്ലാദൻ ഗുഹയ്ക്കകത്തുനിന്നാ പിടിക്കപ്പെട്ടെ.
ഗത്താപ്പി അഴുക്ക് ചാല് പോകുന്ന കുഴലിനകത്തുനിന്ന് പിടിക്കപ്പെട്ട്. ഹലോ, ഇവരെല്ലാം ഭൂമിക്കടിയിൽ കൂടെ തുരങ്കമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനകത്തും ഇരിക്കാനൊക്കത്തില്ലാത്ത സ്ഥിതി വരാൻ പോകുകയാണ്. രാജാക്കന്മാര്, പ്രധാനമന്ത്രിമാര്, പ്രസിഡന്റുമാര്, മകത്തുക്കള് നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെയും ജയിപ്പിക്കാൻ പോകുകയാണ്. ഇവനെല്ലാം രക്ഷപ്പെടാൻ മാർഗം അന്വേഷിച്ച് ഗുഹയ്ക്കകത്ത് കയറും. രക്ഷപ്പെടാനൊക്കത്തില്ല. അതിനും തൊട്ടു മുമ്പ് സഭ പോയിരിക്കും. ഇന്ന് രാത്രി കാഹളം ധ്വനിച്ചാൽ പോമെന്നത്ര ഉറപ്പുണ്ട്. ഒരു പ്രത്യാശയുള്ള അല്ലല്ലോ പറഞ്ഞേ, ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയൊന്നുമല്ല. യേശു വരും. എതിർ ക്രിസ്തുവിനായി ലോകം കാത്തിരിക്കുന്നു. മശിഹയ്ക്ക് വേണ്ടി യഹൂദൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെ, തുമ്പുകെട്ട ഇടയനായിട്ട് ഈ ലോകം കാത്തിരിക്കുന്നു. പക്ഷെ സഭ ഒരു മണവാളനായി കാത്തിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ മണവാളം വരുന്നത് വേസ്റ്റ് ചേർക്കാനല്ല, തൻ്റെ കാന്തയെ ചേർക്കാനാ. കാൽവറിൽ ഒഴുകിയിറങ്ങിയ തങ്കച്ചോരയാൽ വീണ്ടെടുത്ത മണവാട്ടി സഭയെ ചേർക്കാൻ യേശു വരാൻ പോകുകയാ. വിശ്വസിക്കുന്നവര് മാത്രം കരമടിച്ചിന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ഈ ഒറ്റ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, യേശു വരും. സഭ പോകും. അത് കഴിഞ്ഞും അത്യാവശ്യം സഭായോഗങ്ങൾ കാണാനാണ് ഒരു 7 വർഷത്തെ സാധ്യത. ഞാൻ ആറന്മുളയിൽ അടുത്താണല്ലോ, ഒത്തിരി വർഷം മുമ്പ് 86 87 കണ്ട ഒരു ശവസംസ്കാരത്തിനായിട്ട് പോയി. അന്ന് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് അടക്കാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ പെട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന പണിയാണ് എൻ്റെ. അതിൻ്റെ രൂപ തേച്ച് കൊടുക്കുക, ഷൂ പോളിഷ് ചെയ്യുക, പെട്ടി പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നൊരു ശുശ്രൂഷ അന്ന് എനിക്കുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച പോലെ. ഒരലി പറഞ്ഞ് അതൊന്നും നഷ്ടമായിട്ടില്ല കേട്ടോ. സ്തോത്രം. അപ്പോൾ ഈ മരിക്കുന്നതിന് മുമ്പ് ഈ ഹൈന്ദവ മാർക്കിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ആൾ പറഞ്ഞാൽ എൻ്റെ ശവസംസ്കാരം ഞാൻ ആരാധിക്കുന്ന ബെന്തക്കോസ് സഭയുടെ നേതൃത്വത്തിൽ ബെന്തക്കോസ് സഭയിൽ തന്നെ അടക്കണം, ദഹിപ്പിക്കലെന്ന് എഴുതി വെച്ചിട്ടാണ് മരിച്ച്. അതുകൊണ്ട് മക്കളും ഭാര്യയും പറഞ്ഞു അദ്ദേഹത്തെ നമ്മുടെ ക്രമപ്രകാരം അടക്കണം. അവരുടെ വീട്ടുകാരൊക്കെ ഒത്തിരി ബഹളം വെച്ചെങ്കിലും ഈ അപ്പൻ എഴുതി വെച്ചിട്ട് മരിച്ചുകൊണ്ട് അവരതിന് സമ്മതിച്ചു. പടക്കം ഞാൻ നമുക്ക് വേദി കിട്ടുന്നില്ല. നമ്മളെല്ലാവരും പ്രസംഗിക്കുമല്ലോ, അനുശോചനം പറയാൻ വന്നാലും എല്ലാവരും പ്രസംഗമാണല്ലോ. അപ്പം ഇങ്ങനെ പ്രസംഗം വെളിയിൽ നിൽക്കുന്ന 3-4 പേര് പറഞ്ഞു, ഇവന്മാർ പ്രസംഗിക്കട്ടടാ, ഇവന്മാരുടെ കർത്താവ് വരുമല്ലോ, വന്ന് ഇവന്മാർ പോകുമല്ലോ, പിന്നെ ഇവന്മാരെ ആരെങ്കിലും ഇവിടെ കണ്ടാൽ. അതവർ പറഞ്ഞാണേ. അതെനിക്കും അങ്ങ് ബോധിച്ചു. പിന്നിവിടെ ആരെങ്കിലും കണ്ടാൽ, സ്തോത്രം പറഞ്ഞേ, ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ പോകുകയാണ്. ഗലീലയോട് ലോകത്തിന് വെറുപ്പായിരുന്നെങ്കിലും ദൈവം അത് തിരഞ്ഞെടുത്തു. ഗലീലയിൽ തൻ്റെ ശുശ്രൂഷ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആദ്യ അഭിഷേകം പ്രാപിച്ച് മരുഭൂമിയോട് വന്നിട്ട് ആദ്യ പുസ്തകം വായിച്ചത് നസറേത്തിലുള്ള സിനഗോഗിൽ ചെന്ന് പുസ്തകം തുറന്നു, തന്നെക്കുറിച്ച് എഴുതിയത് വായിച്ചു, പുസ്തകം മടക്കി കൊടുത്തു, അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയത് അവിടെ. ഒരു ഹല്ലേലൂയ പറയണം. സഭ പണിയുമെന്ന് പറഞ്ഞത് അവിടെ. കാനാവിലെ പച്ചവെള്ളം വീഞ്ഞാക്കിയത് അവിടെ. പ്രൈസ് ദി ലോർഡ്. ഏറ്റോടി തിബരിയാസിന്റെ കടലിൽ കിടന്ന 153 വലിയ മത്സ്യത്തെ ഉയർത്തി കൊടുത്തിട്ട് കനലിന്മേ ചുട്ട വറുത്ത മീൻ കൊടുത്ത് മഹത്വമുള്ള ശുശ്രൂഷയ്ക്കായി പത്രോസിനെ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കെന്ന് പറഞ്ഞ് പരമേൽപ്പിച്ചത് ഗലീലയിലാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ എഴുതി തള്ളിയ നിന്റെ കുടുംബത്തെ, അല്ലെങ്കിൽ ആർക്കും കൊള്ളത്തിലെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നിന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേശു ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ അവർ ചേർന്ന കരമടിച്ച് ദൈവത്തെ ആരാധിച്ച് ഇന്ന് രാത്രി ചിലരുടെ മേൽ യേശുവിന്റെ മഹത്വം ഇറങ്ങുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ക്ഷാമം വരാൻ പോകട്ടെ. ഇന്ധനമില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് അരിയൊന്നും ഇങ്ങോട്ട് വരത്തില്ലല്ലോ, പെട്രോൾ ഇല്ലെങ്കിൽ വരത്തില്ലല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ടും പോകത്തില്ലല്ലോ. വാസ്തവത്തിൽ ഗ്യാസ് തീർന്നില്ല, പക്ഷെ തീരുമെന്ന് വിചാരിച്ച് കരിഞ്ചന്ത പൂഴ്ത്തി വെച്ചേക്കുക. ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാണ്. ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ നീ ഓർത്തോണം, കർത്താവ് പറഞ്ഞായിരുന്നു ക്ഷാമം ഉണ്ടാകും.
യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. ഭൂകമ്പമുണ്ടാകും. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. ഒരു ഹല്ലേലൂയ പറയണം. ആകാശത്തിൻ്റെ ശക്തികൾ ഇളകി വീഴും. ബദാങ്ക പൊഴിയുന്ന അത്തിക്ക പൊഴിയുന്ന പോലെ നക്ഷത്രങ്ങൾ വീഴും. പ്രൈസ് ദി ലോർഡ്. ഇവൻ ഇവിടെ ഭൂമിക്കടിയിൽ കൂടെ വെള്ളത്തിനടിയിൽ കൂടെ പോയിരുന്ന അന്തർവാഹിനിയായ കപ്പൽ അടിയിൽ ചെന്ന് തകർത്തു. ഇനി അതിനെ നിയന്ത്രിക്കുന്ന സാറ്റലൈറ്റ് തകരും. നേരെ നക്ഷത്രം വീഴുന്ന പോലെ സാധനം താഴോട്ട് വീഴും. ഹലോ, ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കരുത്. നിങ്ങളുടെ പ്രത്യാശ വർദ്ധിച്ചോണം. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ സടകുടഞ്ഞെഴുന്നേൽക്കണം. അർദ്ധരാത്രിയിൽ കാഹളം ധ്വനിക്കാൻ സാധ്യതയുണ്ട്. എണ്ണയുള്ളവർ മാത്രം അകത്ത് കയറും, അല്ലാത്തവർ തള്ളപ്പെടും. കല്യാണ വസ്ത്രം ധരിച്ചവൻ മാത്രം അകത്തിരിക്കും, അല്ലാത്തവൻ തള്ളപ്പെടും. താലന്ത് വ്യാപാരം ചെയ്തവൻ മാത്രം അകത്ത് കയറും, അല്ലാത്തവൻ തള്ളപ്പെടും. അതിൽ യജമാനം വരുമ്പോൾ ഉണർന്നിരുന്ന് കാണുന്നവൻ അകത്ത് കയറും, അല്ലാത്തവൻ തള്ളപ്പെടും. ഓ, ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസോടെ ചെയ്തവൻ അകത്ത് കയറും, അല്ലാത്തവൻ തള്ളപ്പെടും. ഇന്ന് രാത്രി അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്നുള്ള ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവര് മൗനമായിരിക്കാതെ ദൈവത്തെ ആരാധിക്കണം. പെന്തക്കോസ്തിന്റെ സഭകളിൽ ഈ ദിവസങ്ങളിൽ ആരാധനയുടെ ഒരു വലിയ അഭിഷേകം ഉയരുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യാമങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചോണം. യാമാരത്മകത പ്രാർത്ഥിച്ചോണം. ഓലോല കണിരുകി പ്രാർത്ഥിച്ചോണം. പ്രാർത്ഥനയുടെ പ്രധാന വിഷയം, കർത്താവേ, ചേർക്കപ്പെടുന്ന മണവാട്ടിയിൽ ഞാനും ഉണ്ടാകണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആ കരമൊന്ന് കണ്ടോട്ടെ. ഹാലെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വാക്ക് നിർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആരെയൊക്കെ ഇന്ന് രാത്രി കർത്താവ് സന്ദർശിക്കുന്നുണ്ട്. ചിലരുടെ മേലെ കലം ചലിക്കുന്നുണ്ട്. ശൂന്യതയുടെ നടുവിൽ നിന്ന് പത്രോസിനെ ഒന്നാമത്തെ അപ്പോസ്തലനാക്കാൻ കഴിയുമെങ്കിൽ, ഒരു ഗുണവും വരുത്തുന്നതും പറഞ്ഞ് അത്തിയുടെ ചവിട്ടിയിരുന്നവനെ വിളിച്ചു വരുത്തി ശിഷ്യനാക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളിൽ ആരെയൊക്കെയോ ദൈവം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചെറിയൊരു സമയത്തിനകത്ത്, അടുത്ത ഏത് നിമിഷത്തിനകത്തും നിന്നിലൂടെ ചിലർ വിടുവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. നിന്റെ യേശുവിനെ മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്ന ഒരു അപേക്ഷ, ഒരു അധികാരം നിന്റെ മേൽ പകരേണ്ടതിന് നീ ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഇന്ന് രാത്രിയിൽ ആദ്യകാല അനുഭവത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തുവാൻ എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളൊന്ന് പകരട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കരയാൻ കൃപയുള്ളവരൊക്കെ ഒന്ന് കരഞ്ഞു. ആരാധിപ്പാൻ കഴിയുന്ന ഒരു അഭിഷേകം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അഭിഷേകം. എൻ്റെ കൂടാരത്തിനകത്ത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും ചേർന്ന് സത്യദൈവത്തെ സത്യാത്മാവിൽ ആരാധിക്കുന്ന അനുഭവം പണ്ടത്തെ കൂട്ട് വെളിപ്പെട്ടു വരുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. ഇന്ന് രാത്രി ബുദ്ധിയുടെ പ്രമാണം മാറ്റിവെച്ച്, അറിവിന്റെ പ്രമാണം മാറ്റിവെച്ച്, ആത്മാവിന്റെ നിയോഗത്തോടെ ചിലത് പ്രാപിച്ചെടുക്കുവാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ ക്ഷീണിച്ച മനസ്സുകൾ ഇന്ന് രാത്രി മാറട്ടെ. നിന്റെ മേലെ അഭിഷേകം ഒന്ന് ചൊരിയട്ടെ. നിന്റെ മേലെ ദൈവകൃപ ഒന്ന് പകരപ്പെടട്ടെ. ആ അത്യന്ത ശക്തി നിന്റെ മൺകൂടാതെ വ്യാപരിക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയെന്ന് പറയുന്ന ഒരു പുത്തൻ ദൈവകൃപയാൽ നിന്റെ ജനം നിറയപ്പെടട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊരു നിമിഷം ഹല്ലേലൂയ പരമാർത്ഥതയോടെ കരമൊന്നടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ എല്ലാവരും ദൈവത്തെ ആരാധിച്ചേ. ഓ ഹല്ലേലൂയ.